ബൊഗെയിൻവില്ല വരികയാണ്. ഒരു അമൽനീർ സിനിമ വീണ്ടും എത്തുകയാണ്. ഞാൻ ആരെങ്കിലും എന്നെ സിനിമയ്ക്ക് വിളിക്കുമെന്ന് വിചാരിച്ചു, ആരും വിളിച്ചില്ല. ഞാൻ എപ്പോഴും സമയം കിട്ടുമ്പോൾ കാടുകളിൽ പോകുന്ന ഒരാളാണ്. പോയി വരുമ്പോ എപ്പോഴും ഭയങ്കര ഒരു റിഫ്രഷിങ് ഫീലാണ് പോകുന്നത്. കടലിനടി പോയിക്കൂടെ? അപ്പൊ പ്രകൃതിയിൽ അങ്ങ് അലിഞ്ഞില്ലാതായി. എന്താണ് വീണ ഈ കണ്ണുകളിൽ വിളിപ്പിക്കുന്ന വശ്യത? ഗുഡ് ബൈ ഗയാ. ടൂറിസ്റ്റുകളെ എങ്ങനെയെങ്കിലും അടിച്ച് പിടിച്ചുകൊണ്ട് വന്ന് പുള്ളി തന്നെ കഥകളി എന്തായാലും ഇത് കഴിഞ്ഞിട്ട് പോയിക്കൊന്ന് ഉറങ്ങാനോ കുഴപ്പമില്ല. ഇനി ഞാനൊരു ഇറക്കം ഒരു കാര്യമില്ലായിരുന്നു ചേച്ചി. എയർപോർട്ടിൽ ഭിക്ഷക്കാരനെ അലവ് ഏക എയർപോർട്ട് കൊച്ചി എയർപോർട്ട്. ചുമ്മാ വന്നിട്ട് ഒരു ഭിക്ഷക്കാരൻ വന്നിട്ട് നമ്മളെ കണ്ടിട്ടുള്ള അമൽനീര സിനിമകളിൽ നിന്നും ഒരു ചെറിയൊരു വ്യത്യാസം അവകാശപ്പെടാവുന്ന ഒരു സിനിമയായിരിക്കും. ഇല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു ഡാൻസ് സീക്വൻസ് വന്നപ്പോൾ ഞാൻ എന്റെ കയ്യും കാലും വിറക്കുകയായിരുന്നു. ചാക്കോച്ചൻ ചെയ്യുന്ന സംഭവം ചെയ്ത് കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കും ഇവിടെ. ആ ഹുക്ക് സ്റ്റെപ്പ് കാണിച്ചാൽ കൊണ്ട് പറ്റുന്ന പണിയല്ല എന്ന് വിചാരിക്കുന്ന കാര്യമാണ് നമ്മൾ ആക്ച്വലി ട്രൈ ചെയ്യേണ്ടത്. ഭയങ്കര അത്ഭുതങ്ങൾ സംഭവിക്കാൻ ഓരോന്ന് പറഞ്ഞ് പിരികേറ്റി കോമ്പറ്റീഷൻ കൂട്ടില്ല. ആയിരുന്നില്ല, ഞാൻ അഭിനയിക്കില്ലാന്നോ, ഞാൻ ഈ സിനിമ വിട്ടു പോവുകയാണെന്നൊന്നും. പക്ഷെ എന്തോ കാരണങ്ങൾ കൊണ്ട് എനിക്ക് സിനിമകളൊന്നും വന്നില്ല. ചേട്ടനോട് സംസാരിച്ചേട്ടനാണ് അല്ലല്ല, ഞാൻ പറഞ്ഞ ചന്ദ്രൻ. മേശവാദല്ല ചിങ്ങമാസം സോങ് മാധവേട്ടന്റെ എനിക്ക് ആ ഇഷ്ടമല്ല. എന്റെ വീടപ്പൂറ്റി അത് എന്റെ ദൈവമേ, അത് ചെയ്തു കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് സങ്കടം സഹിക്കും തീരുന്നുണ്ടായിരുന്നില്ല. ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര ഒരു ഇമോഷണലി ഭയങ്കര ഇതായിട്ടുള്ള ഒരു സ്വന്തം മോനല്ലേ, അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഹായ് ഹലോ, ദിസ് ഇസ് ആഷിഖ്. യു ആർ വാച്ചിങ് സ്കൈലാർക്ക് പിക്ചേഴ്സ് എന്റർടൈൻമെന്റ്സ്. അപ്പോൾ ബൊഗെയിൻവില്ല വരികയാണ്. ഒരു അമൽനീർ സിനിമ വീണ്ടും എത്തുകയാണ്. സോ വലിയ പ്രതീക്ഷയിലാണ് മലയാളക്കരയാകെ. ഒപ്പം ഞങ്ങളും വിശേഷങ്ങളുമായി ചേരുന്നു ചാക്കോച്ചൻ, വീണ and Jyotirmai and Srinta. Welcome to Skylark Pictures. Thank you. Hi guys. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ബിക്കോസ് ഒരു അമൽനീർ സിനിമ വീണ്ടും സംഭവിക്കുന്നു. സോ എന്താണ് ബൊഗെയിൻവില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കടലാസ് പൂവ് എന്നുള്ള അർത്ഥമാണല്ലോ. സോ അതല്ലാതെ എന്താണ് ബൊഗെയിൻവില്ല? അങ്ങനെ പറയല്ലേ. സോ എന്താണ് ഇതിന്റെ ഒരു ഇതിനെ ബേസ് ചെയ്തേ നമുക്കൊരു എനിക്ക് തോന്നുന്ന ഒരു ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ടിരുന്നു ഒരു കഥ, അതിന്റെ ത്രെഡ് അല്ലെങ്കിൽ ഔട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഒരു സംഭവം പറയുന്നുണ്ട് ആളുകൾ. ശരിക്കും അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇതിന്, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഏത് കഥയാ കേട്ടോ? ഒരു ഫാമിലി ഒരു എന്താ ഒരു ക്രൈം അന്വേഷിച്ച് ഇറങ്ങുന്നോ അങ്ങനെ എന്തൊക്കെയാണ് കേട്ടത്. മേ ബി കിംവദന്തി ആവാം. പറയൂ. അല്ല, ഞാനതിലൊരു പാവം ഡോക്ടറാണ്. പുള്ളിക്കാരി എന്റെ ഒരു വൈഫ്, ഇവർ രണ്ടുപേരും എനിക്കറിയില്ല. ശരി, അപ്പോ ഫഹദ് എന്റെ ബ്രദറാണ്. ഫഹദ് ഫാസിൽ ബ്രദർ ആയിട്ടാണ്. ജിനു ഉണ്ട്, ജിനു ആണ് അച്ഛൻ. ഇച്ചിരി കുനിഷ്ടമുള്ള സിനിമയാണ്, കഥയാണ്. നമ്മളെ കണ്ടിട്ടുള്ള അമൽനീര സിനിമകളിൽ നിന്നും ഒരു ചെറിയൊരു വ്യത്യാസം അവകാശപ്പെടാവുന്ന ഒരു സിനിമയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യണം തിയേറ്ററിൽ കാണാൻ വേണ്ടി. ഞങ്ങൾ ആരും ഇതുവരെ പക്ഷെ ഫൈനൽ ഔട്ട് കണ്ടിട്ടില്ലല്ലേ ഇതുവരെ. സിംഗ് സൗണ്ട് ആയിരുന്നു. സോ ജോഷി, ഞാൻ കണ്ടപ്പോൾ ചോദിക്കണം എന്ന് ആഗ്രഹിച്ച എനിക്കൊന്ന് മലയാളികൾ എല്ലാവരും ചോദിക്കണം എന്ന് കേൾക്കാൻ താല്പര്യപ്പെടുന്ന ചോദ്യമാണ്. സ്വാഭാവികമായിട്ടും എല്ലാവരും ചോദിച്ചിട്ടുണ്ടാവും എവിടെയായിരുന്നു എന്നുള്ളത്. എനിക്കതല്ല, ശരിക്കും മലയാള സിനിമയെ ഞങ്ങൾക്കൊക്കെ ചേച്ചി മിസ് ചെയ്തിട്ടുണ്ട്. ചേച്ചിക്ക് ഞങ്ങളെയും മലയാള സിനിമയും പ്രേക്ഷകരെയും മിസ് ചെയ്തിട്ടുണ്ട്? മിസ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആരെങ്കിലും എന്നെ സിനിമയ്ക്ക് വിളിക്കുമെന്ന് വിചാരിച്ചു, ആരും വിളിച്ചില്ല.
മേ ബി അവർ വിചാരിച്ചാണെങ്കിൽ ഞാൻ അഭിനയിക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ ഞാൻ എവിടെയും അങ്ങനെ ഒരു അനൗൺസ്മെന്റ് ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ അഭിനയിക്കില്ല എന്നോ ഞാൻ ഈ സിനിമ വിട്ടു പോവുകയാണെന്നൊന്നും. പക്ഷെ എന്തോ കാരണങ്ങൾ കൊണ്ട് എനിക്ക് സിനിമകളൊന്നും വന്നില്ല. പിന്നെ വന്ന 1-2 സിനിമകൾ അങ്ങനെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറൊന്നും അല്ല. ഞാൻ ഇവിടെ തന്നെ എറണാകുളത്തിന്റെ വീട്ടിലുണ്ടായിരുന്നു. ഓക്കെ, സിനിമകൾ വരാം, ഒരു തെറ്റിദ്ധാരണ പുറത്തായിരിക്കാം അല്ലേ മേ ബി സിനിമകൾ വരാം. ആയിരിക്കാം. ഓക്കെ, സോ അപ്പോൾ ഇനി ഇതുപോലുള്ള എക്സൈറ്റ് ചെയ്യുന്ന കഥകൾ വന്നാൽ സ്വാഭാവികമായിട്ട് കമ്മിറ്റ് ചെയ്യില്ലേ? ഞങ്ങൾക്ക് പഴയ ആ ഒരു നടിയെ കാണാൻ പറ്റില്ലേ? തീർച്ചയായും അങ്ങനെ എല്ലാം സംഭവിക്കട്ടെ. അതെ, സംഭവിക്കട്ടെ. ഓക്കെ, വീണ, ശരിക്കും വീണ്ടും ഒരു അമൽനീര ചിത്രം. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു കഥ അമൽ സാർ തന്നെയാണ് നേരിട്ട് പറഞ്ഞത്. സോ എന്തായിരുന്നു ആ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ, ആ ഹുക്ക് പോയിന്റ് എന്തായിരുന്നു കഥ കേട്ടത്? കഥയല്ല, ക്യാരക്ടറുടെ ഒരു ക്രക്സ് പറഞ്ഞായിരുന്നു നേരിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ക്രിപ്റ്റ് വായിക്കുകയാണ് ചെയ്തത്. ഹുക്ക് പോയിന്റ് അങ്ങനെ അമൽ നീരജ് ഫിലിം എന്നുള്ളത് തന്നെയാണ് അതിലെ ഹുക്ക് പോയിന്റ്. അത് കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ നമ്മൾ ക്യാരക്ടറും എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ക്യാരക്ടർ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സാണ്. സോ അതായിരുന്നു അല്ലേ? സൃന്ദ, ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് സൃന്ദ അമ്പിളിമാമനോടും പ്രകൃതിയോടും ഒക്കെ സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട്, വെറുതെ അത് ശരിക്കും ഉള്ളതാണോ? അങ്ങനെ ഒരു ഈ ചില വലിയ നടന്മാർക്കൊക്കെ അങ്ങനത്തെ ഒരു ശീലം ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. സൃന്ദക്ക് അങ്ങനത്തെ ഒരു ശീലം ഉണ്ടോ? ശരിയാണോ? മരത്തിന് കെട്ടിപ്പിടിക്കുന്ന അല്ലല്ല, ഞാൻ പറഞ്ഞ ചന്ദ്രൻ മരത്തിന് കെട്ടിപ്പിടിക്കുന്നു എന്ന് പറയുന്നത് സത്യമാണ്. അതടക്ക് അത് ഭയങ്കര ഹീലിംഗ് പവർ ഉള്ളൊരു കാര്യം. കെട്ടിപ്പിടിക്കാറുണ്ട്. എന്താണ് അപ്പൊ ഫീൽ ചെയ്തത്? ആ ഒരു ഹീലിംഗിനപ്പുറത്തേക്ക് ഒരു കണക്ഷൻ, ഭയങ്കര ഒരു സുഖമാണ്. അത് ചെയ്ത് നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, സോ ഇപ്പോൾ ഓഫ് കോഴ്സ് ഈ പാട്ടുകൾ എനിക്ക് ചാക്കോച്ച, നമുക്ക് ഈ സിനിമയിൽ ഡാൻസ് വരുന്ന സിനിമകൾക്ക് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് ചാക്കോ? അല്ല, എപ്പോഴാണ് മരത്തിനെ കെട്ടിപ്പിടിക്കാൻ പോകുന്നത്? അല്ല, ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് അറിയോ? ഈ ആക്ടിങ്ങിന് അത് ഏതെങ്കിലും തരത്തിൽ ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷെ എനിക്ക് പറഞ്ഞപ്പോ പെർസ്പെക്റ്റീവ് മനസ്സിലായി. ഇല്ല, എപ്പോഴും ഞാൻ എപ്പോഴും സമയം കിട്ടുമ്പോൾ കാടുകളിൽ പോകുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ പോയി വരുമ്പോൾ എപ്പോഴും ഭയങ്കര ഒരു റിഫ്രഷിങ് ഫീലാണ്. ഭയങ്കര ഒരു റിഫ്രഷ് പിന്നെ നമ്മൾ ഈ ലോകത്ത് എന്തൊരു കുഞ്ഞാണെന്നുള്ളൊരു നമുക്ക് തോന്നലല്ല, തിരിച്ചറിവ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നത് നല്ലതാണ്. അങ്ങനെ സ്ഥലങ്ങളൊക്കെ പോകും. കടലിന്റെ അടിയിലും ഇനിയിപ്പോ പോകാൻ പറ്റുമായിരിക്കും. ഈ സിനിമ സംഭവിച്ചതുകൊണ്ട് എനിക്ക് കുറച്ച് നീന്തലൊക്കെ പ്രകൃതിയിൽ അങ്ങ് അലിഞ്ഞില്ലാതായി. എന്തൊക്കെ എത്ര മനോഹരമായ ആചാരം. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ല. രസമുണ്ടോ കേട്ടോ അത്? നമ്മൾ ഈ ആക്ടേഴ്സിനെ ഇന്ന ആൾക്കാരെ സ്പോട്ട് ചെയ്ത് എന്നൊക്കെ പറയുമല്ലോ, ബോളിവുഡിലൊക്കെ പൊതുവെ. നമ്മൾ കാട്ടിലൊക്കെ പോകുമ്പം ഈ ടൈഗറിനെ ഇവരെയൊക്കെ നമ്മൾ സ്പോട്ട് ചെയ്യണമെങ്കിൽ അവർ വിചാരിക്കണം, നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓഹോ, അന്ന് ഇന്ന് ഇവരൊന്ന് കാണിച്ചേക്കാം എന്ന് പറഞ്ഞാൽ അവർ വരണം. അപ്പൊ ആ വെയിറ്റിംഗ് അതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ. സോ ആക്ച്വലി ഞാൻ ചോദിച്ചത്, ഈ ഡാൻസ് ഉള്ള സിനിമകൾ ചെയ്യാൻ പ്രത്യേക ഒരു ഹരം ഉണ്ടാവാറുണ്ട്. ഞാനിപ്പോഴും മരത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ ഇനി അതായല്ലേ ഡാൻസിന്റെ കാര്യത്തിൽ സീരിയസ് ഗേൾസ്. ഈ ഡാൻസ് ഉള്ള സിനിമകൾ ചെയ്യാനായിട്ട് പ്രത്യേക ഒരു ഹരം തോന്നാറുണ്ട്. കുറച്ചുകൂടി ഓക്കെ, ഐ വിൽ ബി മോർ ഹാപ്പി. അങ്ങനെ ഉണ്ടോ? അങ്ങനെയല്ലേ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു ഡാൻസ് സീക്വൻസ് വന്നപ്പോൾ ഞാൻ എൻ്റെ കയ്യും കാലും വിറക്കിയായിരുന്നു, ലിറ്ററലി. കാരണം ഇതിൻ്റെ ഒരു കോറിയോഗ്രാഫിയും സ്റ്റൈലും എല്ലാം എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്നും ചെയ്തിട്ടുള്ള ഡാൻസ് സീക്വൻസുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള, ഇപ്പോഴത്തെ ഒരു ജനറേഷന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഡാൻസ് ഫോർമാറ്റായിരുന്നു. അപ്പോൾ അത് എത്രത്തോളം എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഡൗട്ട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫോർച്ചുനേറ്റ്ലി അത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള റിഹേഴ്സൽസ് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യവും സാഹചര്യം കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇത്തരം വർഷങ്ങളായിട്ട് ഇത്രയും സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഡാൻസ് പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു സാഹചര്യം ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെ റിസൾട്ട് എന്തായാലും പാട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് അത് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്കും അത് കിട്ടിയിട്ടുണ്ട്. ശരി, ആ ഹുക്ക് സ്റ്റെപ്പ് കാണിച്ചാൽ ചാക്കോച്ചൻ ചെയ്യുന്ന സംഭവം ചെയ്ത് കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കും ഇവിടെ.
രണ്ടാമത്തെ ടാസ്ക് ആണ് ഫസ്റ്റ് മരത്തിനെ കെട്ടിപ്പിടിക്കുക. അത് ഞാൻ ചെയ്യാം. അത് ഞാൻ ചെയ്യാം. ഓക്കെ. മരം ഞാൻ സജസ്റ്റ് ചെയ്യാം. മരം ഞാൻ ഓക്കെയാണ്. മരത്തിന്റെ കാര്യം ഞാൻ ഏറ്റു. മറ്റേത് പാടാം, നടക്കൂല, നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയല്ല. അങ്ങനെ പറയരുത്. നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയല്ല എന്ന് വിചാരിക്കുന്ന കാര്യമാണ് നമ്മൾ ആക്ച്വലി ട്രൈ ചെയ്യേണ്ടത്. ഭയങ്കര അത്ഭുതങ്ങൾ സംഭവിക്കാൻ സാധ്യത. ഓരോന്ന് പറഞ്ഞ് പിരികേറ്റി കോമ്പറ്റീഷൻ കൂട്ടല്ലേ. നമുക്ക് ഇതിൽ പിടിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇല്ല, ക്വസ്റ്റ്യൻ ചേച്ചി, ഈ സിനിമയിൽ സ്വാഭാവികമായിട്ട് ഈ 11 വർഷം ഗ്യാപ്പ് എല്ലാവരും പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഗ്യാപ്പിൽ സ്വാഭാവികമായിട്ടും ഈ സിനിമ, പുതിയൊരു സിനിമ അമലേട്ടൻ എന്ന സിനിമയിലേക്ക് വരുന്നു. അപ്പോൾ ഇതിന് ഇൻ ബിറ്റ്വീനുള്ള ഒരു അപ്ഡേഷൻ ഇല്ലേ, സിനിമക്ക് സ്വാഭാവികമായ മാറ്റങ്ങൾ ഒരുപാട് സംഭവിച്ചു. അപ്പോൾ ഈ മാറ്റങ്ങളുടെ ഭാഗമാവാൻ എന്തെങ്കിലും ചെയ്തിരുന്നു? ലൈക്ക് അപ്ഡേറ്റഡ് ആയിരിക്കുക, അല്ലെങ്കിൽ സിനിമാ പുസ്തകങ്ങൾ വായിക്കുക, ലോകോത്തര സിനിമകൾ കാണുക. ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ കൂടെ ഓഫ് കോഴ്സ് അതാണ്, അത് മറന്നിട്ടല്ലേ ചോദിക്കുന്നത്, അതിനപ്പുറത്തേക്ക്. അതുകൊണ്ട് തന്നെ ഓരോന്നും എനിക്ക് ഓരോ ചേഞ്ചുകളാണെങ്കിലും എന്താണെങ്കിലും എനിക്കും പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ കുറച്ചൊക്കെ എനിക്കും മനസ്സിലായി എങ്ങനെയൊക്കെയാണ് പുതിയ കാലഘട്ടത്തിലെ സിനിമകൾ. ഇടയ്ക്കിടയ്ക്ക് എന്നെ കളിയാക്കും, ഇവിടെ തൻ്റെ കാലത്തെ അല്ല കേട്ടോ, ഇങ്ങനെയൊക്കെയാണ് കുറച്ച് ചേഞ്ചൊക്കെ വന്നേ. ചേച്ചി പക്ഷേ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ മരത്തിലൊക്കെ ചേച്ചി ഞാൻ അതെ എല്ലാ ഷൂട്ടിംഗ് ലൊക്കേഷനിലും ഞാൻ വരുന്നുണ്ടായിരുന്നു. കുറച്ചൊക്കെ ചേച്ചി അപ്ഡേറ്റഡ് ആണ്. അതെ, എന്നാലും അങ്ങനെ ചേച്ചി ഈ ഇന്റർവ്യൂ പരിപാടി എങ്ങനെയുണ്ട്? അത് ചേച്ചിക്ക് പുതിയൊരു എക്സ്പീരിയൻസ്. അതെ, കാരണം അമൽ പോകാറില്ല. അപ്പൊ അമലിനും അറിയില്ലായിരുന്നു. ഞാൻ ആദ്യം രാവിലെ പറഞ്ഞോളൂ, ഇത് കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒറ്റ ദിവസം കൊണ്ട് തീരും. അപ്പൊ ചാവശ്യം പറഞ്ഞു, ഇനി പോകെ പോകെ കാണാം കേട്ടാ, ഇനിയിപ്പൊ ഇഷ്ടമൊക്കെ മനസ്സിലാകുന്നു. ഇപ്പൊ ഐ എം ലൈക്ക് വാവ്, ഡ്രെയിൻഡ് ഔട്ട്. അപ്പോൾ ഈ ഡ്രെയിൻഡ് ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു സെഷൻ എന്ന് പറഞ്ഞാൽ ലെറ്റ് ഇറ്റ് ബി ഇൻട്രസ്റ്റഡ്. ഓക്കെ, ഞാൻ ഒരു സംഭവം പറയാം. നമുക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ജോയിച്ചേച്ചിയാണെങ്കിലും ചാക്കോച്ചിനാണെങ്കിലും ഒക്കെ ഒരുപാട് സിനിമകൾ നമുക്ക് തന്ന, എനിക്കൊക്കെ ചെറുപ്പത്തിലുള്ള സിനിമകളാണ്, സ്വാഭാവികമായിട്ട് നിങ്ങൾക്കും അത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് ചാക്കോച്ചൻ സിനിമകളും കുറച്ച് ജ്യോതിർമയ സിനിമകളും പറയുന്നു 1 by 1 ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എസ്പെഷ്യലി നിങ്ങൾ രണ്ടാൾക്കും അതിൽ ഇഷ്ടപ്പെട്ട ഒരു സീൻ എന്നോട് പറഞ്ഞു തരണം. നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ഇതിൽ ചേരാം. ഓക്കെ, ഓ അങ്ങനെ ഞങ്ങൾ ആ സിനിമ ഗസ് ചെയ്യണോന്ന് പറഞ്ഞ സീൻ എനാക്ട് ചെയ്ത് അപ്പൊ നിങ്ങൾക്കാണ്. ഓക്കെ, ഫസ്റ്റ് ജ്യോതി ചേച്ചിയുടെ സിനിമ. ഈ സിനിമ ഞാൻ പറയുമ്പോൾ അതിൽ ജ്യോതി ചേച്ചിക്ക് ഏറ്റവും ഹേർട്ടിനോട് ചേർന്ന് നിൽക്കുന്ന വളരെ ഇഷ്ടമുള്ളൊരു സീൻ ആ സിനിമയിൽ സ്പെഷ്യൽ ഉണ്ടാവില്ലേ, അതൊന്ന് ജസ്റ്റ് ഓർമ്മയിൽ പെട്ടെന്ന് വരികയാണെങ്കിൽ. ഒന്ന് മീശമാധവൻ ഞാൻ ചെയ്ത സീൻ. ചേച്ചിയോ അല്ലെങ്കിൽ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട സീനോ? സീൻ തന്നെ ആവണമെന്നുണ്ടോ? ഇല്ല, വാട്ട് എവർ ഇറ്റ് ഈസ്. സോങ് ചിങ്ങമാസം. ഓക്കെ, അതാണ് മോസ്റ്റ് ഫേവറേറ്റ്. ഫൈൻ. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂട്ടോ. എന്ത് മീശമാധവനിലെ ചേച്ചിയുടെ പെർഫോമൻസോ അങ്ങനെ എന്തെങ്കിലും? നിങ്ങൾക്ക് മീശമാധവൻ ജ്യോതിർമയെ ഓർക്കുമ്പോൾ മീശമാധവനിലെ ചിങ്ങമാസം സോങ്, പിന്നെ മറ്റേ മാധവേട്ടന്റെ എനിക്ക് ആ ഇഷ്ടമല്ല വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ തേക്കുന്നു ചേച്ചിനെ ഞാൻ വിചാരിച്ചു ചേച്ചിനെ തേച്ചെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ആ പാട്ട് ബേസിക്കലി ചിങ്ങമാസം. അത് പിന്നെ ആ സീനാണ് ഓർമ്മ വരുന്നത്. ഓക്കെ, വീണുക്കും അത് തന്നെ അല്ലേ? ഓക്കെ, ദെൻ ബാക്ക് ടു ചാക്കോസിൻ. ചന്ദാമാമ, ചാക്കോസിന്റെ ഫേവറേറ്റ് പറയണേ. ഞാനോ? ചന്ദാമാമ സിനിമയിൽ ഇഷ്ടപ്പെട്ടൊരു സീൻ. എനിക്ക് നമുക്ക് ഒരുപാട് സീൻസ് ഉണ്ടാവും അതിൽ, എന്നാലും മോസ്റ്റ് ഫേവറേറ്റ്. എനിക്ക് ആ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. ചന്ദാമാമ പാട്ട് നല്ല പാട്ടാണ്. ആ പാട്ട് നല്ല വലിയ പാട്ടാണല്ലോ അത്. നല്ല ഭയങ്കര വൈഡായിട്ട് ഷൂട്ട് ചെയ്ത് കുറെ സ്റ്റേഡിയത്തിൽ എന്തോ സ്റ്റേഡിയം, പിന്നെ ഒരു കൊട്ടാരം പോലത്തെ ഒരു സ്ഥലം. അതിനകത്ത് ഇവരല്ലേ കൂടെ ഡാൻസ് ചെയ്തിരിക്കുന്നത് ഹിന്ദി ആക്ട്രസ്. അതെ അതെ, ചാക്കോച്ചൻ പറഞ്ഞില്ല ഫേവറേറ്റ് സീൻ. മമതാ കുൽക്കർണി. ഞാൻ അവിടെ ഫേവറേറ്റ് സീൻ അത് തന്നെയാണോ? സീനുകൾ ശരിക്കും അമ്പിളിച്ചേട്ടനും സുധീഷും നവാസും ഒക്കെ ആയിട്ടുള്ള കോമ്പിനേഷൻസ് ഭയങ്കര രസകരമാണ്. ആ വീട്ടിനകത്തുള്ള അടുത്ത് കഴിഞ്ഞിട്ട് അതിനെ എനാക്ട് ചെയ്യുമല്ലോ, ആയിട്ടില്ലാന്ന് കാണിക്കുന്നത്. ഓക്കെ, എന്റെ വീട് അപ്പൂറ്റി ഒരുപാട് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള
അതിനകത്ത് കുറേ സീൻ ഉണ്ട്, ഒന്നും അങ്ങനെ എടുത്തു പറയാൻ പറ്റും. ഒരു കോട്ട് സീനുണ്ട്, അത് എൻ്റെ ദൈവമേ അത് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് സങ്കടം തീരുന്നുണ്ടായിരുന്നില്ല. ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഭയങ്കര ഒരു ഇമോഷണലി ഭയങ്കര ഇതായിട്ടുള്ളൊരു ഫിലിമായിരുന്നു. ആ സീൻ പ്രത്യേകിച്ചും. എനിക്ക് ആ സിനിമ ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ട ഓർമ്മയുണ്ട്. ഞാൻ ആക്ച്വലി കരഞ്ഞിട്ടുണ്ട് ആ സിനിമ കണ്ടിട്ട്. അത് ഭയങ്കര ഒരു ഹെവി ഫീലിംഗ്. അതിലെനിക്ക് ചേച്ചിയുടെ ക്യാരക്ടറിനോട് ഭയങ്കര സ്നേഹം തോന്നും. എന്നുവെച്ചാൽ സ്വന്തം മോനല്ലേ, അങ്ങനെ തന്നെയാണ് കാണുന്നത്. അത് ഭയങ്കര ഒരു പ്രത്യേകിച്ച് ആ കാലത്ത് എനിക്ക് തോന്നുന്നു രണ്ടാനമ്മമാരുടെ പീഡനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കേട്ട് വളർന്ന ഒരു തലമുറ കൂടെ ഉണ്ടായിരുന്നില്ലേ. ആ സമയത്താണ് അങ്ങനെ ഒരു ക്യാരക്ടർ നമുക്ക് തന്നത്. ദെൻ ചാക്കോച്ചന്റെ സിനിമ സ്വപ്നക്കൂട്. ഒരു പൂ മാത്രം ചോദിച്ചാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സിനിമ. വിദേശത്ത് അത് സോങ് സീക്വൻസ് മാത്രം എടുക്കാനുള്ളത്. അതർവൈസ് സീനുകളാണെങ്കിൽ പോണ്ടിച്ചേരിയിലാണ് കൂടുതലും ഷൂട്ടുകൾ. ഓക്കെ, വീണ, ഈ ചാക്കോച്ചനെ പറ്റി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വീണക്കൊക്കെ കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റില്ലേ ആ കോളേജ് ലൈഫിലും ഒക്കെ ചാക്കോച്ചൻ ഉണ്ടാക്കിയ ഇമ്പാക്ട്? അതെ, തീർച്ചയായിട്ടും. എല്ലാ സിനിമകളും ചാക്കോച്ചൻ്റെ എല്ലാ സിനിമ, അനിയത്തിപ്രാവ് തൊട്ടേ ഞാൻ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ പോയി കണ്ട പടമാണ് അനിയത്തിപ്രാവൊക്കെ. ഓക്കെ, പട്ടാളം. ആ സോങ് പ്രത്യേകിച്ചും എനിക്ക് പിള്ളേരുടെ ഇടയിൽ ഭയങ്കര പോപ്പുലർ ആയിരുന്നു. പിന്നെ ക്യാരക്ടറും ഭയങ്കര നോട്ടി ക്യാരക്ടർ അല്ലേ ആ പാട്ടാണോ ചേച്ചിക്ക് ഓർമ്മ വരുന്നത്? അതിനകത്ത് ഇന്നസെന്റ് അങ്കിള് എന്റെ ഫാദർ ആയിട്ടാണ്. അപ്പൊ പുള്ളി ടൂറിസ്റ്റുകളെ എങ്ങനെയെങ്കിലും പിടിച്ചുകൊണ്ട് വന്ന് പുള്ളി തന്നെ കഥകളി അവരെ പറ്റിക്കാൻ വേണ്ടി വേറെ കഥകളി ആർട്ടിസ്റ്റിനെ കിട്ടുന്നില്ല, അപ്പൊ പുള്ളി തന്നെ വേഷം കിട്ടുന്നു. അതൊക്കെ ഭയങ്കര ഒരു കോമഡി ഉള്ള ഒരു സീനായിരുന്നു. ചേച്ചി, ഇപ്പോ ഇനി വരുന്ന സിനിമകൾ അത്തരം ഇതേപോലെ ഒരു പൊട്ടിത്തെറി കഥാപാത്രങ്ങളാണെങ്കിൽ ഇപ്പോൾ സ്വാഭാവികം ചേച്ചിക്ക് ഉണ്ടായ ചില മാറ്റങ്ങളൊക്കെയാണ് നമ്മളെ കൊണ്ട് അങ്ങനെ ചോദിപ്പിക്കുന്നത്. സോ അങ്ങനത്തെ കാര്യങ്ങൾ ഇനി ചെയ്യാൻ ആഗ്രഹമുണ്ട്? ശരി, അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പൊ ഇങ്ങനെ എന്നോട് ഇപ്പൊ അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. അല്ല, ഉള്ളിൽ ആഗ്രഹം ഉണ്ടോ അങ്ങനത്തെ അങ്ങനെ? പണ്ടൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവും. ഇപ്പൊ മേ ബി ഇപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റില് അങ്ങനെയല്ല. ഒരു ഹോൾ എങ്ങനെ വരുന്നു ആ ഫിലിം മേക്കർ എങ്ങനെ ആ സ്റ്റോറിയെ കൺസീവ് ചെയ്യുന്നു, ഇതെല്ലാം മാറ്റേഴ്സ്. അല്ല നമുക്ക് ഒരു ക്യാരക്ടർ മാത്രം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കസ്തൂരിമാൻ പറയുമ്പോൾ ഞാൻ മീര ജാസ്മിന്റെ ലേറ്റസ്റ്റ് ഇന്റർവ്യൂവിൽ ഞാൻ ചോദിച്ചിരുന്നു മീരക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കസ്തൂരിമാനിലെ സീൻ ഏതാണ്. അത് ഞാൻ പറയാം. അതിനു മുമ്പ് ചാക്കോച്ചന് ഇഷ്ടപ്പെട്ട കസ്തൂരിമാനിലെ സീൻ ഏതാണ്? ഐ തിങ്ക് ദ സെയിം സീൻ മീര ജാസ്മിനും അത് തന്നെയാണ് പറഞ്ഞത്. ആ BGM-ല് ചാക്കോച്ചൻ ഇങ്ങനെ നടന്നു വരുന്നു ജയിലിൽ കാണാൻ. അപ്പോൾ മീര ഇങ്ങനെ തല പൊക്കി നോക്കുന്ന ഒരു സീനാണ്. ആ ഡയലോഗ് ഓർമ്മ ഉണ്ടായി കൊച്ചാ? 9 വർഷം. ഫൈൻ. കല്യാണരാമൻ എന്ന് പറയുമ്പോൾ ഇവർക്ക് രണ്ടൊരു സ്പെഷ്യലാണ്. ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്ന സിനിമയാണ്. എന്താണ് മനസ്സിലായിരുന്നത്? കല്യാണരാമനിൽ എനിക്ക് ഓർമ്മ മറ്റേ ഒന്നാമല്ല കേറിപ്പോയി ഒരു കാര്യമില്ലായിരുന്നു ചേച്ചി എന്നെ മോളിൽ പാട്ടേ വേണ്ടായിരുന്നു. അതെനിക്ക് ഓർമ്മ വരാ. കല്യാണം എനിക്ക് പെട്ടെന്ന് ഇപ്പം ഒരു ട്രോള് വന്ന് ഓർമ്മ വന്നതാണ് രസകരമായിട്ട് തോന്നി. കാരണം അതില് മറ്റേ മുട്ടക്കൂടോത്രം എയർപോർട്ടിൽ ഭിക്ഷക്കാരനെ അലവേന്ന് ഏക എയർപോർട്ട് കൊച്ചി എയർപോർട്ട് ചുമ്മാ വന്നിട്ട് ഒരു ഭിക്ഷക്കാരൻ വന്നിട്ട്. കല്യാണരാമന്റെ പാട്ടുകൾ ഒരു ഭയങ്കര ഹൈ പോയിന്റുകളായിരുന്നു. ഹ്യൂമറും കാര്യങ്ങളൊക്കെ സലീമേട്ടനൊക്കെ ഈവൻ നമ്മുടെ ഇത്
അപ്പോൾ ആ സെഷൻ കഴിഞ്ഞാൽ ബാക്ക് ടു സിനിമ വർത്തമാനങ്ങളൊക്കെ വരികയാണെങ്കിൽ സ്വന്തം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ സന്ധ്യയെ പറ്റി നിരൂപകർ പറയുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് സന്ധ്യയുടെ കോമഡി ടൈമിംഗ്. ഭയങ്കര അനിതര സാധാരണമായി കോമഡി കൈകാര്യം ചെയ്യാനുള്ളൊരു സ്കില്ലുള്ള ആക്ടറായിട്ട് തോന്നിയിട്ടുണ്ട്. സോ എന്താണ് ശരിക്കും കോമഡിയാണ് കമ്പാരിറ്റീവ്ലി ചെയ്യാൻ പാടുന്നതാണ് ഈ ആക്ടിങ് സ്കൂളിലുള്ള ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. സോ എന്താണ് പറയാനുള്ളത് അതിനെ പറ്റി? എന്ത് പറയാനാ, ഡയറക്ടർ പറയുന്നത് ചെയ്യാന്നുള്ളതാണ്. എന്നാലും അതിനപ്പുറത്തേക്ക് ഈ ഹാസ്യം കൈകാര്യം ചെയ്യാൻ അതിനപ്പുറത്തേക്ക് നമുക്ക് ചില സ്പേസുകളിൽ നമുക്ക് അതങ്ങനെ തന്നെ സംഭവിക്കുന്നതാണ്. പിന്നെ ഞാൻ അത്രക്കൊന്നും അങ്ങനെ ഭയങ്കര ചിന്തിക്കാറൊന്നുമില്ല. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല, ഹാസ്യം കുറച്ചുകൂടി നന്നായി കൈകാര്യം ചെയ്യും. ചെയ്യാൻ പറ്റുമായിരിക്കും, എന്താ വെച്ചിരിക്കുന്നു. നല്ലൊരു ഹ്യൂമർ സെൻസ് ഉള്ളവർക്ക് അത് ചെയ്യാൻ പറ്റും. നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ്. കഴിവുകൾ പൂർണ്ണമായിട്ടും പ്രകടിപ്പിക്കാൻ ആക്ച്വലി ഉള്ള ശരിക്കും കഴിവുകൾ എനിക്ക് ഇതുവരെ പ്രകടിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അത് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് കിട്ടിയത് കൊണ്ടാണ് അത് ചെയ്യാൻ പറ്റിയത്. നമുക്ക് ഫസ്റ്റ് കിട്ടണമല്ലോ, അപ്പം അത് കിട്ടിയത് തന്നെ വലിയ കാര്യം. അത് നല്ല സ്പേസിൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു സ്പേസിലാണ് നമുക്കത് കിട്ടിയത്. അപ്പം ഡെഫിനറ്റ്ലി അത് എൻ്റെ ഒറ്റയ്ക്കുള്ള കാര്യമല്ല, എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും എൻ്റെ ആ സമയത്തുള്ള ആ സീനിൽ എല്ലാം വർക്ക് ആവണം. അപ്പോഴാണ് കോമഡി വർക്ക് ആവുന്നത്. പിന്നെ കോമഡി ചെയ്യാന്ന് പറഞ്ഞിട്ടല്ലല്ലോ ചെയ്യുന്നത്, നമ്മൾ സീരിയസ് ആയിട്ടാണല്ലോ ചെയ്യുന്നത്. എന്താണ് വീണ ഈ കണ്ണുകളിൽ ഒളിപ്പിക്കുന്ന വശ്യത? എവിടെ കണ്ണുകളിൽ ഒളിപ്പിക്കുന്ന മലയാളം നന്നായിട്ട് അറിയില്ല കേട്ടോ. ബോംബെക്കാരിയാണ്. ഓർക്കം വരുന്നുണ്ടോ? വശ്യത മീൻസ് വിഷമം. എന്താണ് ചേട്ടൻ ട്രാക്ക് പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ? അങ്ങനെ അധികം എനിക്കറിയില്ല. എനിക്കറിയില്ല. ശരിക്കും അത് തന്നെയാണോ? ഓർത്തത് തന്നെ കളിയാക്കുന്നതാണ് ശരിക്കും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ വിശപ്പ് എന്നുള്ളതാണ്. പക്ഷെ എന്റെ ക്യാരക്ടേഴ്സിലൊന്നും അത് എനിക്കത് എനിക്കങ്ങനൊന്നും തോന്നിയിട്ടില്ല. അതാണ് ഞാൻ ഫസ്റ്റ് വെച്ച വിഷമം എന്നാണ്. കാരണം എന്റെ ക്യാരക്ടേഴ്സിന്റെ പൊതുവെ ഒരു വിഷാദമാണ്. ഇതിനു മുമ്പ് നരേന്ദ്രപ്രസാദ് സാറ് മാത്രം അങ്ങനെ ഡയലോഗ് പറഞ്ഞത്, കണ്ണുകളെ തീക്ഷണത. നിന്റെ കണ്ണുകളിൽ എന്തോ തീക്ഷ്ണമായി. ഓക്കെ, എന്തായാലും ഇത് കഴിഞ്ഞിട്ട് പോയി ഒന്ന് ഉറങ്ങാനോ കുഴപ്പമില്ല. കോമഡി ടൈം വശീകരിക്കുക. ഇനി ഞാനൊരു ഇറക്കമുണ്ട്. അതെ, ഇത്രയും കാലം ഞാനത് അറിഞ്ഞിരുന്നില്ല. എനിക്ക് ആ ചീട്ട് ഉപയോഗിക്കാം. കമോൺ മീഡ, യു ക്യാൻ. ജനറലി ഒരു കാര്യം ചോദിക്കട്ടെ, സിനിമ നായകന്മാരും നായികമാരും നമുക്ക് പണത്തിനും പ്രശസ്തിക്കും ഒക്കെ അപ്പുറം സിനിമ നമ്മളെ ചേർത്ത് പിടിക്കുക, അല്ലെങ്കിൽ സിനിമയിലേക്ക് നമ്മളെ വീണ്ടും വീണ്ടും അടുപ്പിക്കുന്ന ഒരു ഘടകം എന്തായിട്ടാണ് കാണുന്നത്? പണവും പ്രശസ്തിയും അല്ലാതെ സിനിമയുടെ ഒരു വശ്യത അതാണ്. സിനിമയ്ക്കാണ് ആ വശ്യത ഉള്ളത്. ആക്ച്വലി സിനിമയ്ക്ക് ആക്ച്വലി ആ വശ്യത ഉണ്ട്. അല്ല, ഇൻ എ ഗുഡ് സെൻസ് കേട്ടോ. വശ്യത ഈസ് എ ഗുഡ് തിങ്. ഞാനും എക്സ്പ്രഷൻ വേറെ ആയിരുന്നു. ഞാനും മറ്റേ കോഴിത്തരല്ല പറഞ്ഞത്, ഞാനും പറഞ്ഞത്. ആദ്യമായിട്ട് കുറെ കാലത്തിന് ശേഷം അങ്ങനെ ആരെങ്കിലും എന്നോട് പറയുന്നത്. ഞാൻ മറന്നുപോയിരുന്നു. ഒരു ഹിന്റ് തന്നിരുന്നെങ്കിലൊക്കെ പറഞ്ഞോണ്ടിരുന്നേ. ഇത് വേറെ ശരിക്കും ജോഷി എന്താണ് ഇപ്പോൾ ഈ പറയുന്ന സിനിമയിലേക്ക്, സിനിമ തന്നെ ചെയ്യണം, സിനിമയിലായി നിൽക്കണം, സിനിമയിലായി ജീവിക്കണം എന്നൊക്കെ തോന്നാനുള്ളൊരു മോട്ടീവ് എന്താണ്? അതിൽ ഇതിന്റെ ഉള്ളിൽ വരുമ്പോഴേ അത് അറിയുള്ളൂ. അത് എക്സ്പ്ലെയിനബിൾ അല്ല. അത് തരുന്ന ഒരു ലിബറേഷൻ ഉണ്ട്, ഒരു ഹരമുണ്ട്.
ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോഴും ചാലഞ്ചിങ് ആയിട്ട് വരുന്ന ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അത് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുമ്പോൾ പിന്നെ അത് സ്ക്രീനിൽ കാണുമ്പോൾ അത് ആളുകളുടെ റിയാക്ഷൻ കിട്ടുമ്പോൾ അങ്ങനെ പല പല ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ആളുകളുടെ അക്സെപ്റ്റൻസും സ്നേഹം കിട്ടുന്നത് അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് എനിക്ക് തോന്നുന്നു ഫിലിം ആക്ടേഴ്സാണ്. അവർ എന്ന് പറഞ്ഞാൽ എത്രയോ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, അങ്ങനെ പല പല മേഖലയിലുള്ളവരുണ്ട്. പക്ഷെ അവരെ ഒന്നും ചിലപ്പം അവർ വളരെയധികം പ്രഗത്ഭരായ ആളുകളായിരിക്കാം, പക്ഷെ അവരെ ഒന്നും ജനങ്ങൾ അത്രയ്ക്ക് അടുത്തറിഞ്ഞിട്ടുണ്ടാവില്ല. അവർ പല പല കാര്യങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടാവും, ഒക്കെ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ ഒരു ആക്ടർ എന്നുള്ളത് ഏറ്റവും പെട്ടെന്ന് ആളുകളുടെ ഹൃദയത്തിലേക്ക് കയറി ചെല്ലുകയും അതുപോലെ ആളുകൾക്ക് ഒത്തിരി സ്നേഹം ആളുകളുടെ കിട്ടുകയും ചെയ്യുന്ന ഒരു പ്രൊഫഷൻ സിനിമ പോലെ എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു വേറെ ഒരു പ്രൊഫഷൻ അങ്ങനെ ഉണ്ട് എന്ന് ഉണ്ടാവാം തീർച്ചയായും, പക്ഷെ ഇത്രത്തോളം ഉണ്ടോ എനിക്കറിയില്ല. അത് തന്നെ ഒരു നമുക്ക് കിട്ടുന്ന ഒരു ലഹരിയാണ്. സിനിമയ്ക്കും മ്യൂസിക്കിനും ഒക്കെ അത് അതെ, എക്സാക്ട്ലി. മ്യൂസിക്കിനും അത് നമ്മൾ അഭിനയിക്കുന്ന മൊമെന്റിലും വി ഗെറ്റ് ടു ബി സംവൺ എൽസ്. നമ്മൾ റിയാലിറ്റിയിൽ വേറൊരു ഹൈ ആണ് നമുക്ക്. ലൈക്ക് നമുക്ക് വേറൊരു ക്യാരക്ടർ വേറൊരാളായിട്ട് അല്ലേ. എപ്പോഴും നമ്മളൊരു ലേണിംഗ് പ്രോസസ്സിലാണ്. കാരണം നമ്മൾ എന്ത് പുതിയ പുതിയ ക്യാരക്ടേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഒരു ലേണിംഗ് പ്രോസസ്സാണ്. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നവർക്ക് അത് കൃത്യമായിട്ടും അത് മനസ്സിലാകും അത് എന്താണ് പറയുന്നതെന്ന്. അല്ലാതെ വെറുതെ എന്താണ് ഈ പറഞ്ഞ പോലെ പണവും പ്രശസ്തിയും മാത്രമല്ല, എത്രയോ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള വേറെ പ്രൊഫഷൻസ് അവിടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ അതൊക്കെ വിട്ടിട്ട് സിനിമയിലേക്ക് വരാൻ തയ്യാറായവരും അല്ലെങ്കിൽ വന്നവരും. സോ അപ്പോൾ അതിൻ്റെ അർത്ഥം പണവും പ്രശസ്തിയും മാത്രമല്ലല്ലോ. ദർ ഇസ് സംതിങ് ഇൻ സിനിമ, ദർ ഇസ് എ മാജിക് ഇൻ സിനിമ. അതുപോലെ ഇപ്പോൾ നമുക്കറിയാത്ത, നമുക്കൊരു പരിചയമില്ലാത്ത, കേട്ടോ കണ്ടോ അറിവില്ലാത്ത ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ചാവേറിലേക്ക് ചാക്കോച്ചൻ്റെ കഥാപാത്രത്തെ പറ്റി അതുപോലെ ഇപ്പം ഞാൻ പറയുന്ന ചോദ്യത്തിന് അതൊരു ഉദാഹരണമാണ്. അപ്പോൾ അത്തരം കഥാപാത്രങ്ങൾ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങളൊരു പഠനം ഉണ്ടല്ലോ, ഒരു ഡയറക്ടറും സ്ക്രിപ്റ്റിനും അപ്പുറത്തേക്കുള്ള നിങ്ങളുടെ നിരീക്ഷണം, നിങ്ങളുടെ പഠനമൊക്കെ എങ്ങനെയാണ് ശരിക്കും? എന്താണ് വേറൊരു നമ്മളെ അറിയാത്ത, ഒരു പരിചയമില്ലാത്ത ഒരു കഥാപാത്രത്തെ നമ്മൾ ഉൾക്കൊള്ളുകയും അത് സ്ക്രീനിൽ കാണിക്കുകയും ചെയ്യുന്നതാണല്ലോ ആക്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അത്തരം കഥാപാത്രങ്ങളെ? അതാണ് എൻ്റെ എക്സൈറ്റ്മെന്റ്. വേറൊരു സ്പേസിൽ നമ്മൾ റിയാലിറ്റി കട്ട് ചെയ്തിട്ടാണല്ലോ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം നമ്മൾ അങ്ങനെ നിന്ന് വേറൊരിത് ഇപ്പം ഒരു ഇൻഹിബിഷൻ ഇല്ലാതെ ഭയങ്കര ലിബറേറ്റിംഗ് ഫീലാണ്. എനിക്കങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഭയങ്കര ലിബറേറ്റിംഗ് ഫീലാണ്. കുറച്ച് സമയം നമ്മൾ വേറൊരു ആ ഒരു മൊമെന്റിൽ നമ്മൾ വേറൊരു സ്പേസിൽ, അതൊരു ഭാഗ്യമല്ലേ? അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയണോ അതോ തമാശ? ഇത് എനിക്കറിയാമെങ്കിലും ഞാൻ ജമ്മം ചെയ്താലും പറഞ്ഞു തരില്ല. എനിക്കൊന്നൊരു ലിബറേഷനുണ്ട്, ഒരു ഫ്രീഡം കിട്ടാറുണ്ട്. നമ്മളല്ലാതായി മാറുക, അല്ലെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലും ആവാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. അത് ഭയങ്കര ഒരു ത്രില്ലാണ്. ഞാനല്ലാത്ത ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആവണമെന്നുള്ള ഒരു ക്യാരക്ടർ എനിക്കത് ചെയ്യാനായിട്ട് സാധിക്കും. റിയൽ ലൈഫിൽ എനിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പം നേരെ വന്ന് മറ്റേ ചാവേറിലെ അശോകം കത്തി കുത്തുന്ന പോലെ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യില്ല. സിനിമയിൽ അതെനിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു ലിബറേഷൻ ഉണ്ട്, ഒരു ഫ്രീഡം ടു ബി നോട്ട് ടു ബി യു, അല്ലെങ്കിൽ ടു ബി വാട്ട് യു ആർ. രണ്ട് രീതിയിൽ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു ഭയങ്കര ഒരു ഹൈ ആണ്. ശരിക്കും നമ്മൾ റിയൽ ലൈഫിൽ ചെയ്യാത്ത പല കാര്യങ്ങളുണ്ടല്ലോ. എന്തെങ്കിലും വെരി സിമ്പിൾ തിങ്, ഇപ്പൊ നീന്താനോ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാനോ, പക്ഷെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യും. നമുക്ക് ആ ചെയ്യാനുള്ളൊരു ഒരു ആ സമയത്ത് നമുക്ക് ഭയങ്കര ധൈര്യം വരും ചെയ്യാൻ, പ്രാക്ടീസ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു എഫേർട്ട്. അത് സിനിമയ്ക്ക് മാത്രമാണ്. അത് അല്ലാണ്ടാണെങ്കിൽ ലൈഫിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, അത് സിനിമയ്ക്കുള്ളൊരു എന്തൊരു റിസ്കി ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണെങ്കിൽ നമുക്ക് ആ സമയത്ത് നമ്മൾക്ക് ആ ഒരു ഫിയർ എന്നുള്ള ഫാക്ടർ ഉണ്ടാവില്ല. ഐ തിങ്ക് ദാറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ സിനിമ. ഓക്കെ,
ഇപ്പോൾ ബൊഗൈൻവില്ലിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സ്തുതി ഗാനം. അപ്പോൾ ആ ഗാനം ഒരുപാട് മെജോറിറ്റി ഓഫ് ദ പ്രേക്ഷകർ അത് ഏറ്റെടുത്തിട്ടുണ്ട്. അതൊരു ലൂപ്പ് പോലെ ആളുകൾ പ്ലേ ചെയ്യുന്നുണ്ട്. എങ്കിലും ചില കോണുകളിൽ നിന്ന് ചില വിമർശനങ്ങൾ ആ പാട്ടിനെ പറ്റിയും അതിൻ്റെ വരികളെ പറ്റിയിട്ടൊക്കെ വരുന്നുണ്ട്. സോ എന്താണ് അത്തരം കാര്യങ്ങളോട് ഉള്ള പ്രതികരണം എന്താണ്? സിനിമ ഇറങ്ങി കഴിയുമ്പോൾ അവർ ഏത് രീതിയിലാണ് അത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് എന്നതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി കിട്ടും. എന്തുകൊണ്ടാണ് ആ വരികൾ അല്ലെങ്കിൽ ആ പാട്ട് ഏത് രീതിയിലാണ് സിനിമയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയൊരു വ്യക്തത കിട്ടുമ്പോൾ ഈ ഒരു തെറ്റിദ്ധാരണകളൊക്കെ മാറുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സോ അൺടിൽ ദെൻ ലെറ്റ് ബി ലൈക്ക് ദാറ്റ്. അത് വേറെ രീതിയിലുള്ള ഒരു സസ്പെൻസ് ആയിട്ട് ഇരുന്നോട്ടെ. അടിപൊളി. അപ്പോൾ സോ പടം ഇറങ്ങിയതിന് ശേഷം അത് റിവീൽ ചെയ്യാം. അത് റിവീൽഡ് ആകും എന്നാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും റിവീൽ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അത് എക്സ്പ്ലെയിൻഡ് ആകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പൊള്ളവാദങ്ങളായി മാറട്ടെ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ആവും എന്നാണ് ചാക്കോച്ചൻ പറയുന്നത്. സോ എന്തായാലും ബൊഗൈൻവില്ല ഒക്ടോബർ 17 വീണ്ടും മലയാളികളിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷയിലാണ് മലയാളി. സോ ആ പ്രതീക്ഷകൾക്കൊക്കെ എന്താ പറയുക, ഒരു ശുഭ ഇതുണ്ടാവട്ടെ. പടം അടിപൊളിയായി മാറട്ടെ. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മറക്കരുത്, മരം ഒരു വരം.